വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ഹാപ്പി മൊമെന്റ്സ് വിത്ത് us. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അതേ കാറിലാണ്, ഒരു യാത്രയിലാണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന്റെ കുറച്ച് പർച്ചേസിന് വേണ്ടിയിട്ട് പോവാൻ, ചെറിയ തലേ ദിവസത്തേക്കും പിന്നെ വീട്ടിലേക്കൊക്കെ ഉള്ള ചെറിയ ചെറിയ പർച്ചേസസിന് പോവാണിതേ. അമ്മുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, ചേട്ടനുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി പോവാണ്. വെറൈറ്റി ആക്കിയാലോ. ഞങ്ങൾ ഇന്ന് ഗോപുവിന് ഹൽദിക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. ഡ്രസ്സിന്റെ കളർ നമ്മൾ തീരുമാനിച്ചത് കാക്കപ്പച്ചയാണ് മോൾ ഭാഗത്ത്. അയ്യോ, പണ്ട് നമ്മുടെ പണ്ട് നമ്മുടെ അമ്മൂമ്മയുടെ കാലത്തൊക്കെ ഹൽദിക്ക് അവര് കാക്കപ്പച്ചയാണ് ഉപയോഗിക്കാറുള്ളത്. അതന്നെ നമ്മൾ ഹൽദിക്കോ പാരമ്പര്യം അതിലേക്ക് തിരിച്ചു പോവാണ്. കാലത്തിലായിരുന്നു നമ്മുടെ ഹൽദിക്ക് ചേച്ചി ഉണ്ടായിരുന്നോ? അമ്മയുടെ ഹൽദിക്ക് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർക്ക് കാക്കപ്പച്ചയാണ് അച്ഛനും അമ്മയ്ക്കൊക്കെ എടുത്തത്. അതിന് മുണ്ട് ബ്ലൗസ് ആയിരുന്നോ? ജാക്കറ്റും മുണ്ട് ജാക്കറ്റും. ഇങ്ങനെ പറഞ്ഞാൽ മതി, അമ്മൂമ്മേനെ അച്ഛനെ ഇൻസ്പയർ ആയിട്ട് അവരുടെ സെയിം ഡ്രസ് നമ്മള്. സോ ഗൈസ്, നമ്മളെല്ലാരും കൂടി പോണത്. ചേച്ചി ചേട്ടൻ ഹായ് പറഞ്ഞേ. ചേച്ചി നമ്മളെങ്ങനെ പോണേ? ഗോപുന് ഡ്രസ്സ് എടുക്കാനായിട്ട്. ഗോപുന് മാത്രമാണ് എടുക്കാൻ. ഗോപുനും നമുക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണം. ഓക്കെ, അപ്പൊ ഞങ്ങളിപ്പോ ജയലക്ഷ്മി എത്തി. ഇനി നമുക്ക് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ജയലക്ഷ്മിയിലാണ്. അപ്പോൾ അറിയാലോ, പെമ്പിളാർ ഷോപ്പിങ്ങിന് പോയി ഇങ്ങനെ എല്ലാം കൂടി കണ്ടിട്ട് ഏതെടുക്കണം, എത്ര എടുക്കണം, ഏത് കളർ എടുക്കണം, ഫുൾ കൺഫ്യൂഷനായിട്ട് ഇങ്ങനെ നടക്കുക ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഒടുവിൽ സാരി സെക്ഷനിലെത്തി. അപ്പോൾ അമ്മയ്ക്കും ചേച്ചിക്കും അമ്മുനും നമ്മൾ സാരി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ, ഏത് കളർ, എല്ലാം കൊണ്ടും ആകെ കൺഫ്യൂഷൻ. അങ്ങനെ ആ ചേച്ചിമാരെ കൊണ്ട് എല്ലാ സാരീസ് ഞങ്ങൾ എടുപ്പിച്ചു. അറഞ്ചും പുറഞ്ചും എല്ലാ സെക്ഷനിലും ഓടി നടന്ന് ഞങ്ങൾ സാരീസ് എടുപ്പിച്ചു, വെറുപ്പിച്ചു. ആ ചേച്ചിമാർക്ക് അങ്ങനെ ഞങ്ങളൊരു ശല്യമായി. എന്നിട്ട് ഞങ്ങൾ നിർത്തിയില്ല ഗൈസ്, ഞങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ എടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് സെലക്ഷന് ശേഷം ട്രയൽ തുടങ്ങി. അപ്പം അമ്മയ്ക്കാണ് നമ്മൾ ഫസ്റ്റ് ട്രയൽ തുടങ്ങിയത്. ഫസ്റ്റ് നമ്മളൊരു ഗ്രീൻ ആൻഡ് പേർപ്പിൾ കളറിലുള്ളൊരു സാരി ട്രൈ ചെയ്ത് നോക്കി. പിന്നെ നമ്മളൊരു യെല്ലോ വിത്ത് റെഡ് ബോർഡറാണ് ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണേ. കൊള്ളാം അല്ലേ? അങ്ങനെ ഞങ്ങളിങ്ങനെ അടുത്തതിലേക്കും കടക്കുകയാണ്, ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി അടുത്തത് നമ്മളൊരു പിങ്ക് കളർ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു പിങ്ക് സാരി കൊടുക്കുകയാണ്. അമ്മയ്ക്ക് എന്താ സന്തോഷം, സാരികളിങ്ങനെ മാറി മാറി ഉടുക്കല്ലേ. ഇതുപോലെ ഇവർക്ക് സന്തോഷിക്കാനാ. ഇനി ലാസ്റ്റ് നമ്മളൊരു റെഡ് കളർ സാരിയും ട്രൈ ചെയ്തു. ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മളുടെ ചേച്ചിക്ക് സാരീസ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു യെല്ലോ സാരി ട്രൈ ചെയ്തു. നമ്മൾ ഓപ്പൺ ആക്കിയിട്ടു, പ്ലീറ്റ് ഇടാതെ ഇട്ട് നോക്കി. നമ്മൾക്ക് പ്ലീറ്റ് ഇട്ട് ട്രൈ ചെയ്യണം തോന്നി. യെസ്, രണ്ടും നമ്മൾ നോക്കി. നമ്മൾ അടുത്തായി ലാസ്റ്റ് നമ്മുടെ ഗ്രീനിലേക്ക് തന്നെ തിരിച്ചെത്തി ഗൈസ്. ഗ്രീൻ ട്രൈ ചെയ്തു. അപ്പോഴാണ് നമ്മൾ ബനാറസി എന്നൊരു സൈഡ് വിട്ടുപോയെന്നുള്ള കാര്യം ഓർത്തത്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ബനാറസിയിലേക്ക് എത്തി. അപ്പോൾ ചേച്ചിയും അമ്മയും ഓൾറെഡി ട്രൈ ചെയ്ത് ക്ഷീണിച്ചത് കൊണ്ട് നമ്മൾ ബനാറസി ഫുൾ അമ്മൂലാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. പക്ഷെ കൊള്ളാം അല്ലേ, ബനാറസി എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. അപ്പം നമ്മളിങ്ങനെ കുറച്ച് കളേഴ്സ് അമ്മൂന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. പക്ഷെ എനിക്ക് നല്ല കുശുമ്പുണ്ട് ഗൈസ്, എനിക്ക് നല്ല വിഷമമുണ്ട്. എനിക്ക് മാത്രം ഒന്നും എടുത്തില്ല. ഇവർക്ക് എല്ലാവർക്കും സാരി എടുത്തു, എനിക്ക് മാത്രം ഒന്നും എടുത്തില്ല ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇതിൽ നിന്ന് ഏത് സാരി ആയിരിക്കും സെലക്ട് ചെയ്തത് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്ത് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഈ കാണിച്ചതിൽ നിന്നും അമ്മയ്ക്കും അമ്മൂനും ചേച്ചിക്കും ഒക്കെ ഞങ്ങൾ ഈ കാണിച്ചതിൽ നിന്നും ഒരു സാരി സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കിയേ. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ, ഞങ്ങൾ ഏത് സാരി ആയിരിക്കും സെലക്ട് ചെയ്തിട്ടുണ്ടാവാന്ന്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒറിജിനൽ ശരി ഉത്തരം ഞാൻ ഇനിയുള്ള വീഡിയോയിൽ പറയാം. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ പാവം പ്രദീപ് ചേട്ടനെ പോലും വെറുതെ വിട്ടില്ല. പ്രദീപ് ചേട്ടനെ ഞങ്ങൾ ട്രൈ ചെയ്യിപ്പിച്ചു. അങ്ങനെ എന്തായാലും വന്നതല്ലേ, ഇനി ഞാൻ മാത്രം വിഷമിച്ച് പോകണമെന്ന് വെച്ചാൽ വെറുതെ ഹൽദിക്ക് ഒരു ഡ്രസ്സ് ട്രൈ ചെയ്തു. പക്ഷേ എടുത്തില്ല ഗൈസ്. പിന്നെ ഏത് കടയിൽ പോയാലും ഇതുപോലൊരു കോഫി ഫ്രീ ആയിട്ട് കിട്ടുന്ന മാൻഡേറ്ററി ആണല്ലോ. അപ്പോൾ അതും വിട്ട് കളഞ്ഞില്ല. ഞങ്ങൾ അതും കുടിച്ച് ഞങ്ങൾ അവിടെ ഇരുന്ന് ഇങ്ങനെ കുറ്റം പറഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അടുത്തൊരു ബെല്ലോട് കൂടി നാടകം അവസാനിച്ചു.